നമ്മുടെ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുന്നവർക്കേ വിജയിക്കാൻ സാധിക്കൂ. വീഴ്ചകൾ സർവ്വസാധാരണമാണ്. എന്നാൽ വീണിടത്ത് കിടക്കുന്നതോ അവിടെ കിടന്ന് ഉരുളുന്നതോ അല്ല, അവിടെ നിന്ന് വീണ്ടും ഉയരങ്ങളിൽ പറക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ പോരാളികൾ. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് കൂടുതൽ ഓർത്തിരിക്കരുത്, അത് നിങ്ങൾക്ക് സങ്കടം നൽകും. ഭാവിയെക്കുറിച്ച് കൂടുതൽ ഓർക്കരുത്, അത് നിങ്ങൾക്ക് ഭയം നൽകും. ഇപ്പോഴുള്ള ഈ നിമിഷം പുഞ്ചിരിയോടെ ജീവിക്കുക. സന്തോഷം എന്തെന്നറിയാം. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊക്കെ നമ്മുടെ ജീവിത വഴിയിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ്. നമ്മുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിയേക്കാം. അതാണ് സമൂഹം. നമ്മുടെ ശരികളുമായി യാത്ര തുടരുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെയായാലും നമ്മളിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. എല്ലാവരോടും നാം സ്നേഹത്തോടെയും നല്ല സ്വഭാവത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുമ്പോൾ മറ്റുള്ളവർ നമ്മോടും നല്ല പെരുമാറ്റം കാണിക്കും. നടക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയും അമിത പ്രതീക്ഷ വെച്ച് പുലർത്താതിരിക്കുക. കാരണം അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കും. വന്നുപോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തില്ലെന്ന് ഉറപ്പിക്കുക. കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയതുകൊണ്ടാണ്. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. വേദനിപ്പിക്കുന്ന ഒരു വാക്കുമതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. പ്രയത്നിക്കണം. പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ ആധിപത്യം നേടാൻ അനുവദിക്കരുത്. നിങ്ങൾ പ്രശ്നത്തിന്മേൽ ആധിപത്യം നേടണം. അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആകണം. നമ്മൾ ഒരാളെ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആ ഒരാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കുമെന്നതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം. ആളുകൾക്ക് അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ കാരണം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്.